നമസ്കാരം. PSC എക്സാം ക്രാക്കേഴ്സിലോട്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ഒരു 3 ക്വസ്റ്റ്യൻസാണ്. നോക്കാം. ആദ്യത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതെന്നാണ് ആദ്യത്തെ ചോദ്യം. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ അഗ്നേയഗ്രന്ഥി, അതായത് പാൻക്രിയാസ്. ഓപ്ഷൻ ബി കരൾ. ഓപ്ഷൻ സി വൃക്ക. ഓപ്ഷൻ ഡി പീയൂഷ് ഗ്രന്ഥി എന്നാൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഇതിലുത്തരം ഓപ്ഷൻ ബി കരൾ ആണ്. നമുക്കിനി കരളിനെ കുറിച്ച് ചില കാര്യങ്ങൾ പഠിക്കാം. കരൾ അഥവാ ലിവർ, മനുഷ്യ ശരീരത്തിലെ കരളിൻ്റെ ഭാരം 1.5 കിലോഗ്രാമാണ് വരുന്നത്. ഒരു ആരോഗ്യവാനായ ഒരു മനുഷ്യൻ്റെ കരളിൻ്റെ ഭാരം 1.5 കിലോഗ്രാമാണ് വരുന്നത്. ഈ ചോദ്യത്തിലെ മറ്റ് ഓപ്ഷൻസുകൾ നോക്കാം. പാൻക്രിയാസ്, കിഡ്നി, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അതായത് നമ്മൾ ഇപ്പോൾ കരളിൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ പ്രത്യേകതകളും പഠിച്ചതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ഓപ്ഷൻ വരുന്ന സമയത്ത് ആ ഓപ്ഷൻസിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ അതേപോലെ ഡീറ്റെയിലായി പഠിക്കണം. ഫോർ എക്സാമ്പിൾ പറയുകയാണ് പാൻക്രിയാസ് എന്ന ഗ്ലാൻഡിൻ്റെ നമ്മൾ മേജർ റോള് വഹിക്കുന്നത് ഹോർമോൺ ബാലൻസിങ് ആണ്. അതുപോലെ കിഡ്നി എന്ന് പറയുമ്പോൾ അത് മെറ്റബോളിസം റെഗുലേറ്റ് ചെയ്യാനും ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യാനും സഹായിക്കുന്നു. അങ്ങനെ നമ്മൾ ഓപ്ഷൻസ് വരുന്നത് കൂടെ പഠിക്കുകയാണെങ്കിൽ ഭാവിയിൽ നമുക്കൊരു പരിധി വരെ എല്ലാ ഉത്തരങ്ങളും ശരിയാക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത ചോദ്യം, രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവ് എന്തു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ സന്ധിവാതം. ഓപ്ഷൻ ബി ഗൗട്ട്. ഓപ്ഷൻ സി ടെറ്റനി. ഓപ്ഷൻ ഡി ഡയബറ്റീസ്. ഉത്തരം ഓപ്ഷൻ സി ടെറ്റനി. എന്താണ് ടെറ്റനി? ടെറ്റനിയുമുണ്ട് ടെറ്റനസും ഉണ്ട്, മാറിപ്പോകരുത്. കാരണം ടെറ്റനി എന്നത് ഒരു ലോകലക്ഷണമാണ്. ശരീരത്തിലെ ഇലക്ട്രോലൈറ്റ്സിൻ്റെ ഇംബാലൻസ് വരുമ്പോൾ ഉണ്ടാവുന്നതാണ് ടെറ്റനി. അതായത് ശരീരത്തിലെ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്ന സമയത്ത് കാൽസ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം ഇതൊക്കെ മനുഷ്യ ശരീരത്തിൽ ഒരു റേഷ്യോ അടിസ്ഥാനത്തിലാണ് ഉള്ളത്. ഇതിൽ ഉണ്ടാവുന്ന വേരിയേഷനും ടെറ്റനിക്ക് കാരണമാകുന്നു. അതുപോലെ തന്നെ ആസിഡോസ്, ആൽക്കലോസ്. എന്താണ് ആസിഡോസ്, എന്താണ് ആൽക്കലോസ്? ആസിഡോസ് എന്ന് വെച്ചാൽ ശരീരത്തിൽ ആസിഡിൻ്റെ കണ്ടന്റ് കൂടുന്ന സമയത്ത് ഉണ്ടാകുന്നതാണ് ആസിഡോസ്. അതുപോലെ തന്നെ ആൽക്കലിയുടെ കണ്ടന്റ് അധികമായി ഉണ്ടാക്കുന്നതാണ് ആൽക്കലോസ്. ഇത് രണ്ടും ടെറ്റനിക്ക് കാരണമാകുന്നതാണ്. ഈ ചോദ്യത്തിലെ മറ്റ് ഓപ്ഷൻസ് സന്ധിവാതം, ഗൗട്ട്, ഡയബറ്റീസ്. എന്തുകൊണ്ട് ഈ 3 ഓപ്ഷൻ കൊടുത്തു എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് നമ്മൾ ഇപ്പോൾ ടെറ്റനിയെക്കുറിച്ച് പഠിച്ചതുപോലെ തന്നെ സന്ധിവാതം, ഗൗട്ട്, ഡയബറ്റീസെക്കുറിച്ച് നിങ്ങൾ ഡീറ്റെയിലായി പഠിക്കുകയും ഇവ തമ്മിലുള്ള ബന്ധവും ഇവർ തമ്മിലുള്ള വ്യത്യാസവും എന്തെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. എങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധിവരെ ഭാവിയിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ സാധിക്കും. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏത്? ഓപ്ഷൻസ് വിറ്റാമിൻ കെ, വിറ്റാമിൻ എ, വിറ്റാമിൻ സി, വിറ്റാമിൻ ഇ. ഉത്തരം വിറ്റാമിൻ കെ. ക്ലോട്ടിംഗ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ കെയിൽ തന്നെയാണ്. അതായത് വിറ്റാമിൻ കെയുടെ മറ്റൊരു നാമമാണ് ക്ലോട്ടിംഗ് വിറ്റാമിൻ എന്നത്. അതുപോലെ തന്നെ വിറ്റാമിൻ കെ എന്ന ഗ്രൂപ്പിനെ പറയുന്നതാണ് കൊയാഗുലേഷൻ. ജർമ്മൻ ഭാഷയിൽ കൊയാഗുലേഷൻ എന്ന് വെച്ചാൽ രക്തം കട്ടപ്പിടിക്കുന്നത് എന്നാണ് അർത്ഥം. നമ്മുടെ കൂട്ടത്തിൽ ചിലരെങ്കിലും ജർമ്മൻ ഭാഷ പഠിക്കുന്നുണ്ടാവും അല്ലേ? അതായത് ഈ കൊയാഗുലേഷൻ എന്നതിലെ കെ ആണ് വിറ്റാമിൻ കെയിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ വിറ്റാമിൻ കെ എന്ന് കേൾക്കുമ്പോൾ കൊയാഗുലേഷൻ എന്ന് ഓർക്കുക. ഈ ചോദ്യത്തിലെ മറ്റ് ഓപ്ഷൻസ് നോക്കാം. വിറ്റാമിൻ എ, വിറ്റാമിൻ സി, വിറ്റാമിൻ ഇ. നമ്മളിപ്പോൾ ക്ലോട്ടിംഗ് വിറ്റാമിൻ പഠിച്ചല്ലോ, അതായത് വിറ്റാമിൻ കെ. അതുപോലെ തന്നെ ഈ ഓരോ വിറ്റാമിനെ കുറിച്ചും ഡീറ്റെയിലായി പഠിക്കുകയും അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുക. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കാണുന്ന ഓരോ പച്ചക്കറി കാണുന്ന സമയത്തും അതിലെ വിറ്റാമിനുകൾ എന്താണ് എന്ന് മനസ്സിലാക്കുകയും അതിൽ എന്തൊക്കെ ഉപകാരപ്പെടും നമ്മുടെ ശരീരത്തിൽ എന്ന് മനസ്സിലാക്കുകയും ചെയ്താൽ തന്നെ നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യമില്ല, ദിനംപ്രതി നമ്മൾ കാണുന്നതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലത്തെ നല്ല വീഡിയോസുകളുമായി വരാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സമയം നല്ല രീതിയിൽ വിനിയോഗിക്കുക. കൂടുതൽ വീഡിയോസ് കാണുക, കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക, എക്സാമിന് പ്ലാൻ ചെയ്ത് പഠിക്കുക, ഒരുപാട് വീഡിയോസ് കാണുക. അതായത് എൻ്റെ ചാനലിലെ വീഡിയോസ് മാത്രം കാണുന്നില്ല, ഒരുപാട് യൂട്യൂബ് ചാനൽസ് നമുക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് ഉണ്ട്. ജനറൽ നോളേജ് നേടാൻ പറ്റും, കറണ്ട് അഫയേഴ്സ് നേടാൻ പറ്റും. അതെല്ലാം നമ്മൾ മനസ്സിലാക്കി പഠിക്കുക. അതുകൊണ്ട് നമ്മളുടെ സമയം നല്ല രീതിയിൽ വിനിയോഗിക്കുക. ഓക്കെ, താങ്ക് യു, ബൈ.